അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ അൾത്താരയിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ ദൈവവേദനെ മനസ്സ്, ശരീരം, ആരോഗ്യം ഏതെല്ലാം മേഖലകളിൽ എൻ്റെ മക്കൾ ഇന്ന് ഞെരുങ്ങുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ രക്തം നിങ്ങൾ തളിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിങ്ങുന്ന മനസ്സാണ് നിങ്ങളുടെ എങ്കിൽ, സാമ്പത്തിക തകർച്ച ഉള്ളത് കാരണം, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മുടങ്ങിപ്പോയത് കാരണം, വരുമാന സ്രോതസ് അടഞ്ഞു പോയത് കാരണം, പഠിക്കേണ്ട കാര്യങ്ങളും വിസ പ്രോസസ്സിങ്ങും നാട്ടിലുള്ള പരീക്ഷകളും ടെസ്റ്റുകൾ പരീക്ഷ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ, എൻ്റെ വിഷയത്തിന് PSC ടെസ്റ്റ് പിടിച്ചെന്നെങ്കിലും ആഗ്രഹിക്കുന്നവരെ, അതെല്ലാം
ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് ദൈവത്തിലെ നിന്നെ ദൈവം ഏറ്റെടുക്കുകയും നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നിന്നെ സന്ധിക്കുകയും ചെയ്യും. നീ കടം കൊടുത്തിട്ടുള്ളവർ, അത് കിട്ടാത്തവർ, നിന്നോട് കടം വാങ്ങിച്ചിട്ടുള്ളവർ, അത് തരാത്തവർ, എല്ലാം കൊണ്ട് നീ ഞെരുങ്ങുന്ന വിഷയങ്ങളെല്ലാം കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മ നിന്റെ ഇന്നിൻ്റെ സങ്കടങ്ങളെ കണ്ണുനീരിനെ ഏറ്റെടുക്കുകയും എൻ്റെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിന്നെ ആശീർവദിക്കുകയും നീ ശക്തിപ്പെട്ട് രാത്രി തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ കൃപ നിന്നെ പിന്തുടരട്ടെ. പിതാപുത്രനും പരിശുദ്ധാത്മാശ്വരം നീക്കുവാമേ. വിശ്വാസത്തിന് 3 ഘടകങ്ങളുണ്ട്. ഒന്ന് വിശ്വാസത്തിൻ്റെത് വിശ്വാസ കൈമാറ്റം. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. പിന്നെ അത് പ്രൊഫഷൻ ഓഫ് ഫെയ്ത്ത്, മറ്റുള്ള മുമ്പിൽ കർത്താവിനെ ഏറ്റു പറയണം. ഇപ്പോൾ കരിസ്മാറ്റിക് മേഖലയിൽ വന്നപ്പോൾ കുറച്ച് ഏറ്റുപറച്ചിൽ കൂടിയിട്ടുണ്ട്. അത് ഒരു മറ്റ് പല മിഷൻ പ്രവർത്തനങ്ങളെക്കാളും വ്യത്യസ്തമായിട്ട് കരിസ്മാറ്റിക്കിന് അതിന് തീവ്രമായ അഭിഷേകം കിട്ടിയവർ ഏറ്റു പറയാൻ വേണ്ടി കുറച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഉപവിപ്രവർത്തനങ്ങൾ, സുവിശേഷ പ്രവർത്തനങ്ങൾ. ഇപ്പോൾ ഉടമ്പടിയുടെ കാലം വന്നപ്പോൾ വിശ്വാസ പ്രയോഗങ്ങൾ വന്നു. നമ്മുടെ വിശ്വാസം പ്രൊഫഷണൽ ഫെയ്ത്തിൻ്റെ തന്നെ ഒത്തിരി എക്സ്പ്രഷൻ രൂപങ്ങൾ വന്നു. പിന്നെ സുവിശേഷ കൈമാറ്റം മസ്റ്റാക്കി, ഓപ്ഷണലല്ല. അത് വെദർ യു ഹാവ് given the grace or not, by the very person you are being Christian, you must proclaim gospel. അതാണ് ഉടമ്പടിയുടെ ഒരു നിലവാരം എന്ന് പറയുന്നത്. നിനക്കത് പ്രത്യേക ഗ്രേസ് കിട്ടിയാലും ഇല്ലെങ്കിലും നീ വത്തിക്കാൻ സുനദോസിൻ്റെ ബൈ ബാപ്റ്റിസം എവരി ക്രിസ്ത്യൻ ഈസ് മിഷണറി. അത് വെള്ളം കൊണ്ട് ജ്ഞാനസ്നാനമാകാം, വിശ്വാസം കൊണ്ട് ജ്ഞാനസ്നാനപ്പെട്ട ആളാകാം. നീ ക്രിസ്തുവിനെ അറിഞ്ഞോ, യു മസ്റ്റ് give to others your faith. അതാണ് ഉടമ്പടിയുടെ അത് വത്തിക്കാൻ സുനദോസിൻ്റെ നിലപാടാണത്. അല്ലാതെ ഒരു പ്രാർത്ഥിച്ച് ഒരു ഗ്രേസ് കിട്ടിയിട്ട് അവർ ജീവിത വിളിയായിട്ട് പ്രത്യേകം തിരഞ്ഞെടുത്ത് കുറേ പേരുടെ ഒരു സമൂഹം ഉണ്ടാക്കുകയല്ല. എവരിബഡി who are baptized in faith, they must be missionary. അതാണ് ഉടമ്പടിയുടെ രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന വിഷയം എന്ന് പറയുന്നത് മുൻതൂക്കങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾ കർത്താവിനെ അറിയാം. അത് എപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾ എപ്പോഴും ഈസിയല്ല. എല്ലാ കാര്യങ്ങളിലും ഇത്രയും നമുക്കുണ്ടായിട്ടുള്ള എല്ലാ രക്തസാക്ഷികളും മിഷണറി ജോലി ചെയ്ത രക്തസാക്ഷികളായവരാണ്. അപ്പം മിഷണറി ജോലി ചെയ്യുന്നവർക്ക് ആന്തരികമായ ബോധ്യമുണ്ട് അതിൻ്റെ പേയ്മെൻറ്റ് നടത്തേണ്ടി വരുമെന്ന്. പിന്നെ മിഷണറി ആകാൻ പറ്റത്തില്ല. പിന്നെ ക്യാപിറ്റൽ മിഷണറി ആയിട്ടുള്ള അല്ലെങ്കിലും നമുക്ക് മിഷണറി ജോലി ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായ വീടുകളിലും നമ്മുടെ തന്നെ ശരീരത്തിൽ, ഇപ്പം ഞങ്ങൾ തന്നെയാണെങ്കിലും വലിയ മിഷണറിയാണെന്ന് പറയണില്ല, എന്നാലും ചെയ്യണ മിഷൻ ജോലിയെല്ലാം നല്ല പേയ്മെൻറ്റിലാണ്. എനിക്കാണെങ്കിൽ നല്ല അസുഖങ്ങളൊക്കെ ഉണ്ട് പലതരത്തിലും. ഞാനതുമായിട്ട് ദൈവത്തിൻ്റെ അടുത്ത് അസുഖമാണെന്ന് പറഞ്ഞാൽ പോയിട്ടില്ല. ആ സമയത്ത് ആൾക്കാരെ പ്രാർത്ഥിക്കും. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അത് ആ ശുശ്രൂഷയുടെ കർത്താവ് എല്ലാവരും ഹീൽ ചെയ്യുമ്പോൾ അവൻ വൂണ്ടഡ് ഹീലറാണ്, മുറിവേറ്റവനായിട്ട് കിടക്കുന്നവനാണ് അവൻ. അപ്പം മുറിവിലൂടെയാണ് സൗഖ്യം എന്നുള്ള ബൈബിളിൻ്റെ ഒരു തിയറി ഉണ്ട്. അവൻ്റെ മുറിവിലാണല്ലോ നമ്മുടെ സൗഖ്യം വന്നു. അപ്പം ഇത് വിശ്വാസത്തെ കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണുവാനും അതിനെ ചുമ്മാ ഒരു പ്രാർത്ഥനാ പുസ്തകങ്ങൾ വായിച്ച് ദൈവത്തിനെ കേൾപ്പിക്കുന്ന ഒരു പ്രാർത്ഥന ക്രിസ്ത്യാനിയായിട്ട് റെഡ്യൂസ് ചെയ്യാതെ വിശ്വാസം പ്രൊക്ലെയിം ചെയ്യുന്ന, വിശ്വാസം സാക്ഷീകരിക്കുന്ന ആഴമുള്ള ക്രൈസ്തവരായിട്ട് മാറാൻ അതാണ് നമുക്ക് അധികാരം നൽകണത്. അപ്പം നമുക്ക് ആഴമുള്ള വിശ്വാസം കൈമാറുന്നവരാണെന്ന് കണ്ടാൽ ദൈവം നമുക്ക് തരണത് അഭിഷേകത്തെക്കാൾ വലിയ സംഭവം തരും. അതിനാണ് അധികാരം എന്ന് പറയുന്നത്. ലൂക്ക 22:32. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഗെത്സെമനയിലെ ഭയങ്കര കഠോര സങ്കടങ്ങളുടെ സമയത്ത് പത്രോസിനെ ഈശോ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ്. പിന്നെ പത്രോസിനെ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താണ്? നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരരെ ശക്തിപ്പെടുത്തണം. അതാണ് വിഷയം. നമ്മളെ ഒരു കംപ്ലീറ്റ് വിശ്വാസി ആകുമ്പോൾ എന്താ ചെയ്യണത്? നമ്മളെ തന്നെ അവശതകളിൽ നിന്നും, പിന്തിരിപ്പ മനോഭാവങ്ങളിൽ നിന്നും, നഷ്ടശിഷ്ട ബോധങ്ങളിൽ നിന്നും
ലാഭം നട്ട കണക്കുകളിൽ നിന്നും ആരോഗ്യ കണക്കുകളിൽ നിന്നും കുടുംബത്തിൻ്റെ കലഹങ്ങളിൽ നിന്നൊക്കെ നമ്മൾ തിരിച്ചു വന്ന് എന്ത് ചെയ്യണം? നിന്റെ സഹോദരനെ ശക്തിപ്പെടുത്തണം. അപ്പം തിരിച്ചു വരവാണ് വിശ്വാസത്തിൻ്റെ ഒരു ഏറ്റവും വലിയ തിരിച്ചു വരവ്. എല്ലാവർക്കും തിരിച്ചു വരാൻ ഒത്തിരി ഇടങ്ങളുണ്ടല്ലോ. ചിലക്ക് കടങ്ങളായിരിക്കും. അയ്യോ ഞാൻ കടവന്ന് കഴിയട്ടച്ചാ. ചില അമ്മച്ചിമാർ ഉടമ്പടി എടുത്തിട്ട് എന്താ പറയണത്? അച്ഛാ ഉടമ്പടിയേ എൻ്റെ മകളെ പ്രസവിക്കാൻ വേണ്ടി വന്ന് നിൽക്കുക, അപ്പോൾ അവളൊന്ന് പ്രസവിച്ച് പോയിട്ട് 90 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പച്ചത്തിരി നിലത്തിലേക്ക് കത്തിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ തിരിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഉടമ്പടി എടുത്തിടണം. പക്ഷെ അതല്ല, അങ്ങനെ പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാകും. അതിൽ നിന്നും നീ തിരിച്ചു വരണം. എന്താണ് അതങ്ങനെ അതിൻ്റെ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളുടെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്താൻ നീ തിരിച്ചു വരണം. കർത്താവിൻ്റെ ഏറ്റവും വലിയ വാക്കാണ് നീ തിരിച്ചു വന്ന് നിൻ്റെ സഹോദരങ്ങളെ ശക്തിപ്പെടുത്തണം. നിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും അതുള്ളപ്പോൾ തന്നെ കർത്താവിന് വേണ്ടി മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ, വിശ്വാസം ഉയർത്താൻ ഒരു തിരിച്ചുവരവ് ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം തന്നെ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി, സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എൻ്റെ പേര് സബീന. ഇതെൻ്റെ മോൻ ആദി. പത്തനംതിട്ട ജില്ല അടൂർ ഏഴംകുളം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ 2022 8/4/2022 ഉടമ്പടി എടുത്തു. 2023 ആദ്യ സാക്ഷ്യം ഞാൻ പറഞ്ഞു. ഇപ്പോൾ അടുത്ത സാക്ഷ്യം പറയാനായി ഞാൻ എൻ്റെ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എനിക്ക് എൻ്റെ വീട് പണി 2011 മുടങ്ങിക്കിടന്നതായിരുന്നു. ഇത്രയും നാളായിട്ടും എൻ്റെ വീടിൻ്റെ പണി നടക്കുകയായിട്ട് ഞാൻ അതുവഴി പോയാൽ പോലും ആ വീട്ടിലോട്ട് കയറുക പോലും ചെയ്യാത്ത ഞാൻ അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടിയിൽ ഞാൻ സാക്ഷ്യം പറയാവുന്ന നിയോഗം വെച്ചിരുന്നു. അതിൻ്റെ ഫലമായി പരിശുദ്ധ അമ്മ 2024 സെപ്റ്റംബറിൽ തന്നെ എൻ്റെ വീടിൻ്റെ പണി പൂർത്തീകരിച്ചു. സെപ്റ്റംബർ 8-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാൾ തീരുന്നതിൻ്റെ ദിവസം ഞാൻ എൻ്റെ ഭവനത്തിൽ പാല് കാച്ചി അതിൽ താമസമായി. രണ്ടാമത് 10 വർഷം കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തിന് ഒരു സൗഖ്യം കിട്ടാത്തതിന് ദിവസം കരച്ചിലായി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അടൂർ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങും. 8 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് 8ൻ്റെ അന്ന് ഡോക്ടർ പറയും ആംബുലൻസിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് തിരുവനന്തപുരത്ത് പോകുമായിരുന്നു. അതിലൊന്നിലും എനിക്കൊരു സൗഖ്യം കിട്ടിയില്ല. കുഞ്ഞിന് 1 വയസ്സായപ്പോൾ നട്ടല് കിഴിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ഞാനത് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോഴും ഡോക്ടർ പറയുമായിരുന്നു അത് ചെയ്യാതെ കുഞ്ഞിൻ്റെ രോഗം എന്തെന്ന് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, തലച്ചോറിൽ അണുബാധയായിരിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ അപ്പോഴും മാതാവിൽ വിശ്വസിച്ചു ഞാൻ പ്രാർത്ഥിച്ചു, അമ്മേ ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല, എന്തുവെന്ന് വെച്ചാൽ അമ്മ തന്നെ നോക്കിക്കൊള്ളണം, എൻ്റെ കുഞ്ഞിൻ്റെ രോഗം എന്തുവായാലും പരിശുദ്ധ അമ്മ എടുത്ത് മാറ്റിത്തരണം. അമ്മയുടെ ഉപ്പും തേനും തൈലവും എല്ലാം ഞാൻ എൻ്റെ കുഞ്ഞിന് തേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ദിവസം ജോലിക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് ഫ്രിഡ്ജിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് മാത്രം ഞാൻ കണ്ടു. എൻ്റെ കുഞ്ഞ് പെട്ടെന്ന് തലകറങ്ങി വീണു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു തിരുവനന്തപുരത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറയുന്നത് ഫിക്സ് ആയിരിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഡേറ്റ് തന്നു EG ചെയ്യാനായിട്ടുള്ളത്. ഞങ്ങൾ ആ ഡേറ്റിന് ഹോസ്പിറ്റലിൽ പോയി EG ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. കുഞ്ഞിന് അവർ മരുന്ന് കൊടുത്തിട്ടും കുഞ്ഞ് മയങ്ങുന്നില്ല. 2-3 തവണ കുഞ്ഞിന് മരുന്ന് കൊടുത്തു. എന്നിട്ടും കുഞ്ഞ് മയങ്ങാതായപ്പോൾ അവർ അടുത്ത ഡേറ്റ് തന്നു. കുഞ്ഞ് എന്തോ ഭയങ്കര മദ്യം വെച്ച് എന്തോ കാണിക്കുന്ന രീതിയിൽ എൻ്റെ കുഞ്ഞായിപ്പോയി. ഞങ്ങൾ പേടിച്ചു പോയി. അപ്പോഴും ഞങ്ങൾക്ക് ഭയങ്കര പേടിയായിപ്പോയി, എന്തോ കുഞ്ഞിങ്ങനെ കാണിക്കുന്ന. ഡോക്ടർ പറഞ്ഞു ആ മരുന്നിൻ്റെ അഡിക്റ്റാ, അത് കുഴപ്പമില്ല, മാറിക്കോളൂ എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത ഡേറ്റിന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി EG ചെയ്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണം ചൊല്ലിക്കൊണ്ട് ഞാൻ അകത്തേ ഇരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിന് ഫിക്സ് ഒന്നുമില്ല, നിങ്ങൾ ഇനി ഹോസ്പിറ്റലിൽ വരുവേ വേണ്ട, തിരിച്ചു പോയിക്കോളാൻ പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എൻ്റെ കുഞ്ഞിന് ഒരു മരുന്നാട്ടം ഒന്നും കൊടുക്കുന്നില്ല. അമ്മയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ദിവസവും ജപമാല ചൊല്ലി ഞാൻ എൻ്റെ കുഞ്ഞിന് തൈലവും ഉപ്പും തേനും കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ കുഞ്ഞിന് ഒരു പ്രശ്നമില്ല, ഒരു പനി പോലും വരുത്തതേയില്ല. പിന്നെ അടുത്തതായിട്ട്
എൻ്റെ പ്രമാണം മഹേന്ദ്രയിലായിരുന്നു. എനിക്കത് എടുക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു. കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു നെഞ്ചുവേദന വന്നു കഴിഞ്ഞപ്പോൾ അത് മുടങ്ങിപ്പോയി. പിന്നെ ആ ദേശത്തോട്ട് ഞാൻ തിരിഞ്ഞു പോലും നോക്കാറില്ലായിരുന്നു. അടയ്ക്കാൻ അവർ കുറേ തവണ വന്ന് പറഞ്ഞിട്ടും എനിക്ക് അടയ്ക്കാൻ തോന്നുന്നതും ഇല്ല, അടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിപ്പോയി. അങ്ങനെ കുഞ്ഞിനെ കൊണ്ട് ആ ഹോസ്പിറ്റലിലെല്ലാം കയറി ഇറങ്ങി എനിക്ക് അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ അവർ നോട്ടീസ് ഒട്ടിക്കാൻ വന്നു. ഞാൻ പാല് കാച്ചുന്നതിൻ്റെ ആ സമയമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു പാല് കാച്ച് കഴിഞ്ഞ് ഞാൻ കുറച്ച് പൈസ അടച്ചോളാം എന്ന് പറഞ്ഞു. എന്നിട്ടും എനിക്ക് അടയ്ക്കാൻ പറ്റിയില്ല. രണ്ടാമത് ഞങ്ങൾ അഖണ്ഡ ജപമാലയ്ക്ക് പോകുന്നുണ്ട്. തൊടുവക്കാട് അഖണ്ഡ ജപമാല ഗ്രൂപ്പിലാണ് ഞങ്ങൾ പോകുന്നത്. എൻ്റെ എല്ലാ കാര്യത്തിനും എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന മായ ആൻറ്റിയും രാജു പപ്പായുമാണ്. എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യും. അവരെനിക്ക് എല്ലാത്തിലും മറുപടി തരികയും എന്നോട് അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരികയും ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിന് നല്ല ആശ്വാസമാണ്. എനിക്ക് ഏതൊരവസ്ഥ വന്നാലും ഞാനെല്ലാം എൻ്റെ മായ ആൻറ്റിയോടാണ് വിളിച്ചു പറയുന്നത്. എനിക്ക് ആദ്യം ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് തിരുക്കുമാരനോട് പറഞ്ഞു കഴിഞ്ഞ് അമ്മയുടെ അടുക്കെ മുട്ടുകുത്തി നിന്ന് ഞാൻ മായാൻറ്റിയെ വിളിക്കും. അപ്പം മായാൻറ്റി എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മയുടെ അടുക്ക് പ്രാർത്ഥനാ റൂമിൽ കയറിയിട്ട് പറയും, ഇന്ന കാര്യങ്ങൾ ചെയ്യുക, ഇന്ന വചനം പറഞ്ഞു തരും. അതനുസരിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. എൻ്റെ അമ്മ മാതാവ് എൻ്റെ എല്ലാ കാര്യത്തിലും പരിഹാരം തരുന്നുണ്ട്. പിന്നെ ഞാൻ അഖണ്ഡ ജപമാലയ്ക്ക് പിറ്റേ മാസം പോയപ്പോൾ ഞാൻ അവിടെ ജപമാലയിൽ ഞാൻ വെച്ചിരുന്ന നിയോഗം, മാതാവേ എനിക്ക് എൻ്റെ പ്രമാണം എടുക്കണം, അവർ 8 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ 2.5 ലക്ഷം രൂപ എടുത്തിട്ടുള്ളൂ. പക്ഷേ അവരെന്നോട് പറയുന്നത് 8 ലക്ഷം രൂപ ഞാൻ അടയ്ക്കണമെന്ന്. എന്നെക്കൊണ്ട് നിവർത്തിയില്ല 8 ലക്ഷം രൂപ അടയ്ക്കാൻ. അമ്മ എന്തുവെന്ന് വെച്ചാൽ നോക്കണം. അവർ നിർബന്ധത്തോടെ എന്നോട് പറഞ്ഞു 8 ലക്ഷം രൂപ അടച്ചേ പറ്റുമെന്ന്. പക്ഷേ ഞാൻ ജപമാലയ്ക്ക് പോയിട്ട് വന്നു. പിറ്റേ ദിവസം അവരെന്നെ വിളിച്ച് പറയുന്നു 8 ലക്ഷം രൂപ വെറും 2 ലക്ഷം രൂപയാക്കി എനിക്ക് തന്നു. ഞാൻ എൻ്റെ പ്രമാണം എടുത്തു. എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് ഈ 10 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് നടക്കാത്ത കാര്യം എൻ്റെ അമ്മ എനിക്ക് 2 ലക്ഷം രൂപ ആക്കി. എനിക്ക് 2.5 ലക്ഷം രൂപ ഞാൻ ലോൺ എടുത്തെടുത്ത് 8 ലക്ഷം രൂപ അവർ പലിശ ഉൾപ്പെടെയാക്കി വെച്ചിട്ട് വെറും 2 ലക്ഷം രൂപയ്ക്ക് എൻ്റെ അമ്മ എനിക്ക് എൻ്റെ പ്രമാണം എൻ്റെ കയ്യിൽ തന്നു. പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എനിക്കൊരു സ്വന്തമായിട്ടൊരു മൈക്ക് സെറ്റ് വേണമെന്നുള്ളത്. എൻ്റെ ഹസ്ബൻഡ് KSRTC ജോലിയായിരുന്നു. പക്ഷേ അത് താൽക്കാലികമായിരുന്നു. എന്നാലും അവർ എടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മൈക്ക് സെറ്റിൻ്റെ കാര്യം. 3 തവണ ഞാൻ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഞാൻ അതിന് പേര് കൊടുത്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിൽ 2 വട്ടം കൊടുത്തു, റിജക്ഷനായി. 3ാമത് 2 ചേച്ചിമാരുടെ പേരിൽ കൊടുത്തു, അതും പോയി. 4ാമത് പരിശുദ്ധ അമ്മയുടെ പേരിട്ട് കൃപ ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന പദ്ധതിയിൽ ഞാൻ പേര് കൊടുത്തു. പരിശുദ്ധ അമ്മ ഇന്നലെ എൻ്റെ വീട്ടിൽ എല്ലാ സാധനങ്ങളും ഉൾപ്പെടെ എനിക്ക് എൻ്റെ വീട്ടിൽ കൊണ്ടെത്തിച്ചു. ഇന്നലെ തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇന്നും പോയിട്ടുണ്ട് വർക്കിന് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് പോയിട്ടുണ്ട്. എനിക്ക് ഇത്രയെല്ലാം അനുഗ്രഹങ്ങൾ തന്ന എന്നെ എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. ഇനിയും ഞങ്ങളുടെ മരണം വരെയും അമ്മ മാതാവിലും തിരുക്കുമാരനും അടിയുറച്ച് വിശ്വസിച്ചോളാമെന്ന് ഞാൻ ഉറച്ച് വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയോട് കോടാനുകോടി നന്ദി സ്തുതി. അതുപോലെ തന്നെ മായാൻ്റെയും പപ്പയെക്കുറിച്ചും ഒത്തിരി പറയാനുണ്ട്. എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും എനിക്ക് എല്ലാ കാര്യത്തിലും മുന്നോട്ട് നിൽക്കുന്ന അവരാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിന് ഞാനും മായാൻ്റെയും പപ്പായും കൂടിയാണ് എല്ലാ കാര്യത്തിനും പോകുന്നത്. പിന്നെ അനാഥാലയങ്ങളിൽ പോയി ഭക്ഷണം കൊടുക്കും. ഞങ്ങളുടെ അടുത്തൊരു കേറ്ററിങ് ചെയ്യുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് ഞങ്ങൾ എല്ലായിടവും കൊണ്ട് കൊടുക്കുകയും ഹോസ്പിറ്റലുകളിൽ പോയി ഫുഡ് കൊടുക്കുകയും വീട്ടിൽ വെച്ച് കൊണ്ട് കൊടുക്കുകയും പൊതിച്ചോറുണ്ടാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പത്രം വാങ്ങിച്ചുകൊണ്ട് പോയി ഹോസ്പിറ്റലുകളിലും വീടിനടുത്തും ഓട്ടോ സ്റ്റാൻഡിലും എല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ ആത്മീയമായി ചെയ്യുന്നത് ബൈബിള് വായിക്കും. ദിവസവും ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും കൊന്ത ചെല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. കൊന്ത ചെല്ലാൻ ഞാൻ പഠിച്ചത് തന്നെത്താനെയാണ്. ഞാൻ നേഴ്സ് കഴിഞ്ഞായിരുന്നു. 4.5 വർഷം ഞാൻ മഹാരാഷ്ട്രയിൽ ജോലി ചെയ്തായിരുന്നു. അപ്പോഴും ഞാൻ നേഴ്സിംഗ് ബോണ്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അത്രയ്ക്കും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. എങ്കിലും എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാ പിള്ളേരും ക്രിസ്ത്യൻസൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്നായിരുന്നു ഞാൻ കൊന്ത ചെല്ലാൻ പഠിച്ചത്. ഒരിക്കൽ കൂടി എന്നെ ഈ വേദിയിൽ 2ാമതായി സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി സ്തുതി സ്തോത്രം. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ഓന വർഗീസ്. ഞങ്ങൾ ഫാമിലിയായിട്ട് UK താമസിക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് മിഥുൻ ജോർജ്. മക്കളാണ് ലിയോൺ ആൻഡ് ലൈറിൻ. ഞങ്ങൾ കോതമംഗലം കോഴിപ്പള്ളി ലിറ്റിൽ ഫ്ലവർ ഇടവക അംഗങ്ങളാണ്.
കഴിഞ്ഞ 4 വർഷമായിട്ട് ഞങ്ങൾ UK-ലാണ് ഫാമിലിയായിട്ട് താമസിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളുണ്ടായ 2 വർഷങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. കൃപാസനത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. 2019 ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നത്. പക്ഷെ അന്ന് എനിക്ക് പ്രത്യേകിച്ച് യാതൊരു അനുഭവങ്ങളും കിട്ടിയില്ല. എന്നാലും വന്നതല്ലേ, മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്നുള്ള വളരെ ലാഘവത്തോടെ എനിക്ക് വിദേശത്ത് പോകാനുള്ള ഒരു വലിയ ആഗ്രഹം ഞാൻ അമ്മയോട് പറഞ്ഞിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഉടമ്പടിയിൽ പ്രാർത്ഥനയിൽ തുടരുകയോ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തില്ല. പക്ഷേ 2022 ജനുവരി മാസത്തിൽ ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ലെങ്കിലും ഞങ്ങളെ കുടുംബമായിട്ട് UK-ൽ മാതാവ് എത്തിച്ചു. സ്റ്റുഡൻറ്റ് വിസയിലാണ് ആദ്യം പോയത്. പക്ഷേ സ്റ്റുഡൻറ്റ് പീരീഡിലായിരിക്കെ തന്നെ മാതാവിൻ്റെ ഭയങ്കര സംരക്ഷണയിലാണ് ഞങ്ങളുടെ കുടുംബം കഴിഞ്ഞു പോയത്. 2023 എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുകയുണ്ടായി. പക്ഷേ ആ ജോലി എനിക്ക് തുടരാനായിട്ട് സാധിച്ചില്ല. അത് പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു. അതിനെ തുടർന്ന് എൻ്റെ സ്പോൺസർഷിപ്പ് വിഡ്രോവലായി. അപ്പോൾ ഇനി എങ്ങനെ അവിടെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇത്രയും കഷ്ടപ്പെട്ട് UK-ൽ എത്തിയിട്ട് ഒന്നുമില്ലാതെ തിരിച്ചു പോരേണ്ടി വരുന്ന ഒരവസരത്തിൽ ഞാൻ ഓർത്തത് ഉടമ്പടിയെക്കുറിച്ച്, കൃപാസനത്തിനെക്കുറിച്ച്. ഓൺലൈനിൽ കഴിഞ്ഞ 2024 മെയ് മാസത്തിലാണ് വീണ്ടും ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി എടുക്കുന്നത്. ജോലിയില്ലാത്ത അവസ്ഥയും വിസയില്ലാത്ത അവസ്ഥയും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഉടമ്പടി പ്രാർത്ഥനയിൽ ആയിരിക്കാൻ തുടങ്ങി. ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്ത് എൻ്റെ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്ത് വെച്ച ആ സമയത്ത് തന്നെ എൻ്റെ മൊബൈലിലേക്കൊരു മെസ്സേജ് വരികയാണ്, ഇന്നൊരു ജോബ് ഓപ്പർച്യൂണിറ്റി വേക്കൻസി ഉണ്ട്, എനിക്കത് അപ്ലൈ ചെയ്താൽ എനിക്ക് ചാൻസ് ഉണ്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ട്, അത് എന്നെ ഒരുപാട് നാളുകളായിട്ട് എന്നെ വിളിക്കുകയോ കോണ്ടാക്റ്റിലുണ്ടാകാതെ ഇരുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് യാദൃശ്ചികമായിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. ഞാൻ ശക്തമായിട്ട്, എനിക്ക് കൃത്യമായിട്ട് അറിയാതെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥത്തിൻ്റെ, പരിശുദ്ധ അമ്മയുടെ വലിയൊരു ഇടപെടലിൻ്റെ അടയാളമാണ്. ഞാൻ പിറ്റേ ദിവസം തന്നെ ആ സ്ഥാപനത്തിൽ പോവുകയും അവിടെ എൻ്റെ ഒരു CV ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു. അവിടുത്തെ മാനേജർ ഭയങ്കര കൈൻഡായിട്ട് എന്നോട് ബിഹേവ് ചെയ്ത് എൻ്റെ ആപ്ലിക്കേഷൻ സ്വീകരിച്ചെങ്കിലും എന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് തിരിച്ച് പറഞ്ഞു വിട്ടു, ഉറപ്പായിട്ടും നിന്നെ വിളിക്കാം. പക്ഷേ പിന്നീട് ഒരു 2-3 ആഴ്ചയായിട്ടും എനിക്ക് യാതൊരുവിധ അപ്ഡേറ്റ്സും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥനയിൽ തുടരുകയായിരുന്നു. ഞാനും കുഞ്ഞുങ്ങളും ഹസ്ബൻഡും ഞങ്ങൾ കൈകോർത്ത് പിടിച്ച് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രാർത്ഥന എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു, ബൈബിൾ വായിച്ചുകൊണ്ടിരുന്നു, ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പ്രാർത്ഥനയിൽ ഭയങ്കര ശക്തമായിട്ട് ആഴപ്പെടാനായിട്ട് ആ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് സാധിച്ചു. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ടും അവിടുന്ന് അപ്ഡേറ്റ്സ് ഒന്നും ഉണ്ടായില്ല. പിന്നീട് ഞാൻ അവിടെ വീണ്ടും പോയി അന്വേഷിച്ചു. അപ്പോൾ വേറൊരു മാനേജർ എന്നെ വിളിക്കാം, ധൈര്യമായിട്ട് പോയിക്കോളൂ എന്ന് പറഞ്ഞു വിട്ടെങ്കിലും പിന്നീടും നിരാശയാണ് ഉണ്ടായത്. ആ മാനേജറും മെഡിക്കൽ കണ്ടീഷൻസ് കാരണം ലീവ് എടുത്ത് അവിടുന്ന് മാറിപ്പോയി. പിന്നീട് 2-3 മാസത്തോളം എനിക്ക് യാതൊരു അപ്ഡേറ്റ്സും ഉണ്ടായില്ല. വേറെ ജോലികളിലൊന്നും എനിക്ക് ആപ്ലിക്കേഷൻ കൊടുത്തതൊന്നും സക്സസ്ഫുള്ളായില്ല. പക്ഷേ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ എൻ്റെ പാരൻസ് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. എൻ്റെ ഡാഡി ഇവിടെ ഉടമ്പടി തുടങ്ങി പ്രാർത്ഥിച്ചു. അവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സമയത്ത് ഒരു 3 മാസത്തിന് ശേഷം അതേ മാനേജർ എന്നെ വിളിച്ചിട്ട് എനിക്ക് അവിടെ ഇൻ്റർവ്യൂവിന് എന്നെ ഇൻവൈറ്റ് ചെയ്യേണ്ടായി. പക്ഷേ അവർ ഇൻ്റർവ്യൂ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആയി എന്ന് പറഞ്ഞെങ്കിലും എനിക്കവിടെ പാർട്ട് ടൈം ആയിട്ട് മാത്രമാണ് ആ ഒരു സമയത്ത് ജോലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. കാര്യം അവരുടെ ക്യൂവിൽ ഒരുപാട് പേര് സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു സ്റ്റാർട്ട് ചെയ്യുക, അവിടുത്തെ ആ ഒരു കമ്പനിയിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് അവർക്ക് സ്പോൺസർഷിപ്പ് പിന്നീട് തരാൻ പറ്റും. അപ്പോഴും ഞാൻ ഉടമ്പടിയിൽ
ശക്തമായിട്ട് വിശ്വസിച്ചു. അപ്പോൾ അമ്മ മാതാവ് അത് തരാതിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ആ പാർട്ട് ടൈം ജോലി 20 hours a week അത് മാത്രമായിരുന്നു അന്നേരം എനിക്ക് കിട്ടിയ ജോലി. പക്ഷെ അത് ഞാൻ സന്തോഷത്തോടെ വിശ്വാസത്തോടെ സ്വീകരിച്ചു. അങ്ങനെ 2 മാസം ആ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ വളരെ സങ്കടകരമായിട്ട് ആ ജോലിയും എനിക്ക് നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വന്നു. കാരണം എൻ്റെ പ്രീവിയസ് ഉണ്ടായിരുന്ന സ്പോൺസർഷിപ്പ് വിഡ്രോ ചെയ്തിട്ട് അപ്പോഴത്തേക്കും ഒരു 3-4 മാസമായിട്ടുണ്ടായിരുന്നു. UK നിയമം അനുസരിച്ച് ഒരു 60 ദിവസമാണ് നമ്മുടെ പഴയ സ്പോൺസർഷിപ്പ് വിഡ്രോവലിന് ശേഷം UK നമുക്ക് ജോലി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനോ ഉള്ള ഒരു അർഹതയുള്ളൂ. പക്ഷേ എനിക്കറിയില്ല, ഇത്രയും മാസങ്ങൾ കഴിഞ്ഞു പോയിട്ടും UK ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എനിക്ക് യാതൊരു വിധ മെയിലും അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നില്ല. സാധാരണ എല്ലാവർക്കും ഒരു 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് കൊടുത്തിട്ട് 60 ദിവസത്തിനുള്ളിൽ ഒരു പുതിയ ജോലി കണ്ടുപിടിച്ച് അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത പക്ഷം UK നിന്ന് നമ്മൾ തിരിച്ചു പോരേണ്ടതായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടില്ല. ഈ കമ്പനിയിലെ ഈ മാനേജ്മെൻറ്റും അവരുടെ ലീഗൽ അഡ്വൈസേഴ്സും എന്നോട് പറഞ്ഞു, നിനക്ക് സ്റ്റിൽ UK വർക്ക് ചെയ്യാനുള്ള ഒരു ലീഗൽ റൈറ്റ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുവാണെങ്കിൽ നിൻ്റെ കേസ് ഞങ്ങൾ കൺസിഡർ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്വയം ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് മെയിൽ അയക്കുകയാണ്. എൻ്റെ സ്പോൺസർഷിപ്പ് ഒരു 4-5 മാസം ജൂലൈയിൽ വിഡ്രോ ചെയ്തതാണ്. പക്ഷേ എനിക്ക് ഇതുവരെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു മെയിലും റിസീവ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ സ്റ്റിൽ ഇവിടെ ലീഗലി റൈറ്റ് ടു ലീവ് എനിക്കുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഞാനൊരു മെയിൽ അവർക്ക് അയച്ചു. സാധാരണ അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. എപ്പോഴാണോ മെയിൽ വരുന്നത് അത്രയും നാളും അവിടെ പിടിച്ചു നിൽക്കാനേ നോക്കുകയുള്ളൂ. പക്ഷേ എനിക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ അത്ര വിശ്വാസമായിരുന്നു. അമ്മ മാതാവ് എന്നെ കൈവിടില്ല. ആ ഒരു ധൈര്യത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് ഇനിഷ്യേറ്റീവ് എടുത്ത് എൻ്റെ വിസ വിഡ്രോവലായി എന്നുള്ളത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിച്ചു. അപ്പോൾ അവർ എനിക്ക് തിരിച്ച് മെയിൽ അയക്കുന്നത്, ഞങ്ങൾ അതിനെപ്പറ്റി അവെയറാണ്, നിൻ്റെ പഴയ സ്പോൺസർഷിപ്പ് കഴിഞ്ഞ ജൂലൈയിൽ വിഡ്രോവൽ ചെയ്തതാണ് പ്രീവിയസ് എംപ്ലോയർ, ഞങ്ങൾ അതിനെപ്പറ്റി അവെയറാണ്. പക്ഷേ ഞങ്ങൾ നിൻ്റെ ആ ഒരു കാര്യത്തിൽ ഞങ്ങളൊരു ഡിസിഷൻ ഇതുവരെ എടുത്തിട്ടില്ല. സോ നീ ഇപ്പോഴും ഇവിടെ UK ലിവ് ചെയ്യാനായിട്ട് നിനക്ക് റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവരൊരു മെയിൽ അയച്ചു. അപ്പോൾ ആ മെയിൽ മതിയാകുമായിരുന്നു എനിക്ക് ഈ പറയുന്ന കമ്പനിയിൽ ആ ജോലി എനിക്ക് കിട്ടാനായിട്ട്. ഞാൻ ആ മെയിൽ അവർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ എനിക്കിവിടെ താമസിക്കാനും ജോലി ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളൊരു പ്രൂഫായിരുന്നു ആ മെയിൽ. പക്ഷെ വീണ്ടും ആ കമ്പനി ആ മെയിലും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അവർ ഫൈനലി എനിക്കൊരു മെയിൽ അയച്ചു, നീ കേൾക്കാൻ ആഗ്രഹിച്ച ഒരു ന്യൂസ് അല്ല ഈ മെയിലിൽ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നിൻ്റെ ആപ്ലിക്കേഷൻ സ്പോൺസർഷിപ്പിനുള്ള നിൻ്റെ ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് പല കാരണങ്ങൾ കൊണ്ട് സ്വീകരിക്കാൻ പറ്റില്ല. ബെസ്റ്റ് വിഷസ് ഫോർ യുവർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു ഇമെയിൽ എനിക്ക് റിസീവ് ചെയ്തു. അതോടെ ഞാൻ തീരുമാനിച്ചു, ഉറപ്പായിട്ടും ഞങ്ങൾക്ക് ഇനി അവിടെ ഒരു കാര്യം, ഈ 6 മാസത്തോളവും ഞാൻ ഈ ഒരു കമ്പനി എനിക്ക് ജോലി തരും, ഇവർക്ക് ഈ ഒരു പേപ്പർ വാങ്ങിച്ചു കൊടുത്താൽ എനിക്ക് ജോലി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു ഞാൻ. വേറെ ജോലികൾ സെർച്ച് ചെയ്യുന്നതൊക്കെ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം ഈ ജോലിയിലേക്ക് പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്നതായിട്ട് എപ്പോഴും എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ജോലിയൊന്നും ഈ ഒരു 6 മാസത്തിനുള്ളിൽ ട്രൈ ചെയ്തുമില്ല. ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് തന്നെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഉറപ്പിച്ചു. ഒരു ഡിസംബറൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് ഫൈനൽ മെയിൽ വന്നു. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു, ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. ഞാൻ പേരൻസിനെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു, പക്ഷേ ഇനി പറ്റില്ല. അപ്പോഴത്തേക്കും ഞാൻ മെൻ്റലി ഫിസിക്കലി ഒക്കെ എക്സോസ്റ്റഡ് ആയിരുന്നു. കുട്ടികളും ഒക്കെ ഭയങ്കര ഒരു ഡിപ്രഷൻ്റെ അവസ്ഥയിലാണ് എത്തി. പ്രത്യേകിച്ച് എൻ്റെ മോളൊക്കെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ഭയങ്കര പിരിമുറുക്കത്തിലായി. കാര്യം എന്നും അവൾ കാണുന്നത് അവളുടെ പപ്പയും അമ്മയും ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യുന്നതാണ്, എന്നും സങ്കടപ്പെടുന്നതാണ്. അപ്പോൾ അവരും മനസ്സുകൊണ്ട് മടുത്തു. അവർക്കും എങ്ങനെയെങ്കിലും തിരിച്ചു പോന്നാൽ മതി, നാട്ടിൽ വന്നാൽ മതി എന്നായി. അപ്പം ഞങ്ങൾ തീരുമാനിച്ചു, ഞങ്ങൾ നാട്ടിലേക്ക് പോരാനുള്ള, നാട്ടിൽ വന്നിട്ട് താമസിക്കാനുള്ള വീട് ശരിയാക്കുന്നു, ഞങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യുന്നു.
അങ്ങനെ എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എനിക്ക് യാതൊരു മുൻ പരിചയവുമില്ലാത്ത അവിടുത്തെ പ്രെയർ ഗ്രൂപ്പുകളിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. പ്രത്യേകിച്ച് അഭിഷേകാഗ്നിയുടെയൊക്കെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു ആൻറ്റി, സരാം ആൻറ്റി എന്നോട് പറഞ്ഞു, ഇന്നൊരു സ്ഥലത്ത് നിനക്കൊരു ജോലിക്കുള്ള സാധ്യത ഞാൻ കാണുന്നു, നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ, ബാക്കിയെല്ലാം ഈശോയ്ക്ക് വിട്ടുകൊടുക്കുക, പരിശുദ്ധ അമ്മ വഴി നടത്തുന്ന പോലെ വരട്ടെ, പോകാനാണ് ഈശോയുടെ ഇഷ്ടമെങ്കിൽ അതിന് നിന്നെ തന്നെ വിട്ടുകൊടുക്കുക. ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈശോയ്ക്ക് അതാണ് ഇഷ്ടമെങ്കിൽ ഞാനിനി ഒരിക്കലും വാശി പിടിക്കില്ല. അപ്പോൾ ലാസ്റ്റ് ട്രൈ എന്ന പോലെ ഞാൻ ഇവർ പറഞ്ഞ ഈ സ്ഥലത്ത് ജോലിക്ക് അപ്ലൈ ചെയ്തു. ഇൻ്റർവ്യൂവിന് പോയി, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. വെരി നെക്സ്റ്റ് ഡേ എനിക്ക് COS അവിടെ നിന്ന് കിട്ടുകയാണ്. ഇതിന് മുന്നേ കണ്ട് പരിചയമില്ല, കേട്ട് പരിചയമില്ലാത്തൊരു സ്ഥലം, ആളുകൾ, പക്ഷേ ഒരു നിബന്ധനകളും ഇല്ലാതെ എനിക്ക് COS കിട്ടി. എൻ്റെ റെഫറൻസിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. വിത്തിൻ 1 വീക്ക് എൻ്റെ വിസ ശരിയായി, എനിക്ക് ജോലിയിൽ പ്രവേശിക്കാനുള്ള ഡേറ്റ് കിട്ടി. അതിനുശേഷം ഞാൻ ഇവരുടെ വിസയും വെച്ചു. ഇവരും പഴയ വിസ ലീഗലി തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കും അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ വീണ്ടും വിസ വേണം. അപ്പോഴും റൂൾസൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് തടസ്സങ്ങളുണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മ ഞങ്ങളെ കൈവിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ, ഞങ്ങൾ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചതിൻ്റെ ആ ഒരു കാരുണ്യം അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞുകൊണ്ടേയിരുന്നു. ഇവരുടെ വിസയും അന്ന് എന്നാണോ അപ്ലൈ ചെയ്തത് അന്ന് തന്നെ ഇവരുടെ വിസയും ശരിയായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അതിനുശേഷം ഈ പറയുന്ന ജോലി സ്ഥലത്തും എനിക്ക് ഒരുപാട് സ്ട്രഗിൾസ്, ഒരുപാട് ചലഞ്ചസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ അമ്മ എന്നെ ശക്തിപ്പെടുത്തുന്നു. അത് സാഹചര്യങ്ങളെല്ലാം അത്ഭുതകരമായിട്ട് എനിക്ക് അനുകൂലമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി തന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഞങ്ങളുടെ കൈ പിടിച്ച് ഞങ്ങളെ അമ്മയോട് ചേർത്ത് നിർത്തിക്കൊണ്ട് അമ്മയുടെ നീല അങ്കിക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ഞങ്ങളെ സംരക്ഷിച്ചു പോരുന്നു. ഓൺലൈൻ ഉടമ്പടി വെച്ചപ്പോൾ നിയോഗങ്ങൾ എഴുതിയ കൂട്ടത്തിൽ അവസാനത്തെ ഒരു നിയോഗമായിട്ട്, 5ാമത്തെ നിയോഗമായിട്ട് ഞാൻ വെറുതെ എഴുതി ചേർത്തൊരു നിയോഗമാണ്. കഴിഞ്ഞ 16 വർഷങ്ങളായിട്ട് ഞങ്ങളൊരു വാടക വീട്ടിലായിരുന്നു. അപ്പോൾ ഉടമ്പടി എടുത്ത സമയത്ത് ഒരു വീടിന് വേണ്ടിയിട്ട് സ്വപ്നം കാണാനോ വീടിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനോ ഉള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ഞങ്ങളുടെ അപ്പോഴത്തെ ഒരു ഏറ്റവും വലിയ ആവശ്യവും ആഗ്രഹവും അവിടെ എങ്ങനെയെങ്കിലും നിലനിന്ന് പോവുക, അവിടെ സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അപ്പോൾ ഒട്ടും പ്രതീക്ഷയില്ലാതെ വെറുതെ ഞാൻ എഴുതി ചേർത്ത ഒരാഗ്രഹമാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഭവനം വേണം എന്നുള്ളത്. പക്ഷേ പരിശുദ്ധ അമ്മ അത് കൺസിഡർ ചെയ്തു. ഈ പ്രാവശ്യം ഞങ്ങൾ കുടുംബമായിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വീടിൻ്റെ വെഞ്ചിരിപ്പിന് വേണ്ടിയിട്ടായിരുന്നു. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത അത്ര മനോഹരമായിട്ടുള്ള ഒരു ഭവനം നൽകി 16 വർഷത്തെ ഞങ്ങളുടെ വാടക വീട്ടിലെ ജീവിതത്തിന് സന്തോഷമായിട്ട് ഞങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നു. ഒത്തിരി നന്ദി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും. ഹസ്ബൻഡ് അതുപോലെ എനിക്ക് ജോലി കിട്ടി. ഞാൻ പുതിയ സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു. എനിക്ക് അവിടേക്ക് പോകാൻ പേടിയായിരുന്നു സത്യം പറഞ്ഞ കാര്യം. ഹസ്ബൻഡിന് പുതിയ ജോലി കണ്ടുപിടിക്കണം, മക്കൾക്ക് പുതിയ സ്കൂൾ കണ്ടുപിടിക്കണം, താമസിക്കാനുള്ള വീട് കണ്ടുപിടിക്കണം. ഇതൊക്കെ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു, മെൻ്റലി ഫിസിക്കലി ഒക്കെ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ സാധിക്കും എന്ന് അറിയില്ലാതെ, പക്ഷേ ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മ പറയുന്ന സ്ഥലമാണ്, പരിശുദ്ധ അമ്മ കാണിച്ചു തരുന്ന സ്ഥലമാണ്, ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്, അമ്മയുടെ കൈ പിടിച്ചിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളവിടെ ചെന്നു. പക്ഷേ അമ്മ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് താമസിക്കാനായിട്ട്. ഭയങ്കര പോസിറ്റിവിറ്റി നിറഞ്ഞ ഒരു ഭവനം അമ്മ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ലാത്തൊരു ഫാമിലിയായിട്ട് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞങ്ങൾക്ക് അവരുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന. വളരെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമൊക്കെ ഫീൽ ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ്. അതുപോലെ കുഞ്ഞുങ്ങളുടെ സ്കൂള് അമ്മ ഒരുക്കി തന്നു. ഹസ്ബൻഡിൻ്റെ ജോലി
ഒരു യോഗ്യതയും ഉണ്ടായിരുന്നിട്ടില്ല എങ്കിൽ കൂടി ഒരു വളരെ നല്ലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഹെഡ് ഷെഫായിട്ട് പരിശുദ്ധ അമ്മ എൻ്റെ ഹസ്ബൻഡിന് ജോലി ശരിയാക്കി. ഞങ്ങൾ വളരെ സന്തോഷമായിട്ട് സമൃദ്ധി നിറഞ്ഞൊരു ജീവിതം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്നു. ആ കുറച്ച് നാളുകളിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു സ്ട്രഗിൾസിനൊക്കെ സമ്മാനമായിട്ട് ഒരു സ്ട്രഗിൾസും ഇല്ലാത്ത സന്തോഷമുള്ള സമാധാനമുള്ള ജീവിതമാണ് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് ഈശോയുടെ അടുത്തുനിന്ന് വാങ്ങിത്തന്നത്. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ സ്റ്റാറ്റസ് സ്ഥിരമായിട്ട് സാക്ഷ്യങ്ങൾ കാണുകയും അത് സ്റ്റാറ്റസ് ഇടുകയൊക്കെ ചെയ്യുമായിരുന്നു. അനേകം പേര് അത് നോട്ട് ചെയ്യുകയും എന്നോട് അതിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഡാഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത സമയത്ത് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് UK കുറേയധികം പാക്സ് ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഞാൻ ഇവരെ കൊണ്ട് കൊറിയർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ പള്ളിയിലൊക്കെ പോകുമ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷ് പീപ്പിളിനും മലയാളികളായിട്ടുള്ളവർക്കും ഒക്കെ ഇത് കൊടുത്ത് കൃപാസനത്തെ പറ്റി സംസാരിക്കുകയും കുറേ അധികം പരിശുദ്ധ അമ്മയുടെ കുറേ അധികം മെഡൽസ് വാങ്ങിക്കൊണ്ട് പോയിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ അവിടെയുള്ള ഇംഗ്ലീഷുകാർക്കൊക്കെ അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആ മെഡൽ കിട്ടുന്നവർ. അത് വളരെ കാര്യമായിട്ട് സ്വീകരിക്കുകയും അപ്പോൾ ഞാൻ അമ്മയുടെ പാരിഷിനെ കുറിച്ചൊക്കെ അവരോട് സംസാരിക്കും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിൽ ഒത്തിരി അധികം ഉണർവ് ഞങ്ങളുടെ ജീവിതത്തിന് അടിമുടി മാറ്റിമറിച്ച ഒരു കാലഘട്ടമായിരുന്നു ഈ ഉടമ്പടി കാലഘട്ടം. ഞങ്ങൾ ഫാമിലിയായിട്ട് എൻ്റെ മാത്രമല്ല കുഞ്ഞുങ്ങളാണെങ്കിലും ഒരുപാട് പ്രാർത്ഥനയിൽ ആഴപ്പെടാൻ എല്ലാ കാര്യങ്ങളും ദൈവത്തിനോട് ചോദിച്ച് പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ച് ചോദിച്ചു വാങ്ങിക്കാനായിട്ടുള്ള ഒരു മനസ്സ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടായി. എല്ലാ ദിവസവും ഞങ്ങൾ കുർബാനയിൽ പങ്കെടുക്കും. ഇംഗ്ലീഷ് മാസ് ആണെങ്കിലും ഞങ്ങൾ 45 മിനിറ്റ് നടന്ന് വേണമായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ച സ്ഥലത്ത് പള്ളിയിൽ പോകാൻ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ വരുമായിരുന്നു. സ്കൂൾ ഇല്ലാത്ത എല്ലാ ദിവസവും വെക്കേഷൻ സമയത്തൊക്കെ എല്ലാ ദിവസവും രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഞങ്ങൾ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കുകൊണ്ടു. കുടുംബ പ്രാർത്ഥന, പ്രതീക്ഷീകരണ പ്രാർത്ഥന, ബൈബിൾ വായന എല്ലാത്തിലും നന്നായിട്ട് സമർപ്പണത്തോടു കൂടി ചെയ്യാനായിട്ട് സാധിച്ചു. പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി തന്നുകൊണ്ടിരിക്കുകയാണ്. ബൈബിൾ വായന, കുടുംബ പ്രാർത്ഥന, കൊന്ത എല്ലാം ഉണ്ട്. ഈ കൊന്ത ഞാൻ എപ്പോഴും കയ്യിൽ സൂക്ഷിക്കും. ഒരിക്കലും ഇത് കയ്യിൽ നിന്ന് മാറ്റത്തില്ല. ഈ പറഞ്ഞ പോലെ ആ പരിശുദ്ധ അമ്മയുടെ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന ഒരു ഫീലാണ് എനിക്ക് ഈ കൊന്ത കയ്യിൽ പിടിക്കുമ്പോൾ. ഈ കൊന്ത പിടിച്ചാണ് ഞാൻ അവിടെ സർവൈവ് ചെയ്തത്. പരിശുദ്ധ അമ്മ എന്നെ ഒരുപാട് ചേർത്ത് പിടിക്കുന്നുണ്ട്. എനിക്ക് എപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് അമ്മയുടെ പ്രതീക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി എന്നെയും എൻ്റെ കുടുംബത്തിനെയും മാറ്റിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സ്റ്റെല്ല, ഹസ്ബൻഡ് മനോജ്, കുഞ്ഞ് മകൾ മിക്കയില. ഞങ്ങൾ ഓസ്ട്രേലിയയിൽ മെൽബണിൽ സെൻറ്റ് അൽഫോൻസ കത്തീഡ്രൽ പാരീഷിൽ നിന്ന് വരുന്നു. നാട്ടിലെ സ്ഥലം അങ്കമാലി ചെത്തിക്കോട്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 16 വർഷങ്ങൾക്ക് ശേഷം ഈ കുഞ്ഞിനെ മാതാവിൻ്റെയും ഈശോയുടെയും അനുഗ്രഹമായി ലഭിച്ചതിൻ്റെ നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. 2018-19 കാലത്താണ് ഞങ്ങളോട് കൃപാസനത്തെക്കുറിച്ച് കേൾക്കുന്നത്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞ് ചേച്ചി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കേട്ടത് ഉടമ്പടി എടുക്കുന്നത് രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം, വൈകുന്നേരം ചെറിയൊരു പ്രാർത്ഥനയുണ്ട്, പിന്നെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ രാവിലെ 5:30 എഴുന്നേക്കാൻ എനിക്ക് സാധിക്കാത്ത ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല, ഞാൻ ഉടമ്പടി എടുക്കുന്നില്ല. പിന്നീട് കോവിഡൊക്കെ ആയി. എങ്കിലും അത് കഴിഞ്ഞ് നാട്ടിൽ വരുമ്പോൾ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. 2022 നാട്ടിൽ വരാൻ പറ്റിയത്. 2022 നവംബർ 11 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അതിനുശേഷം തിരിച്ച് ചെന്ന് ഉടമ്പടി ആദ്യം വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല മാതാവിലൊന്നും. കുഞ്ഞിനെ ലഭിക്കുന്ന കാര്യത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകളൊക്കെ എനിക്ക് പുതിയ ക്രമമായി ചെയ്യാൻ എല്ലാം ചെയ്യുന്നതാണെങ്കിലും അതിനൊരു അടുക്കും ചിട്ടയോടും കൂടി ചെയ്യാനായിട്ട് ഉടമ്പടി നിബന്ധനകളാണ് സഹായിച്ചത്. ഓരോ ധ്യാനങ്ങൾ കേൾക്കും തോറും അത് എങ്ങനെ കൂടുതൽ നന്നായി അല്ലെങ്കിൽ കൂടുതൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ അത് പ്രായോഗികമായി ചെയ്യണമെന്ന്
എനിക്ക് മനസ്സിലായത് ഉടമ്പടി ധ്യാനങ്ങളിലൂടെയാണ്. വിശ്വാസം കൂടാൻ തുടങ്ങിയത് 2023 ഉടമ്പടി പുതുക്കേണ്ട സമയമായി. ആ സമയത്ത് വരാൻ പറ്റിയില്ല. അപ്പോൾ മനസ്സിലൊത്തിരി വിഷമമൊക്കെ തോന്നി. അവിടെ ഒരു ധ്യാനം വന്നു. അപ്പോൾ ആ ധ്യാനത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമൊക്കെ എടുത്ത് അങ്ങനെ നിൽക്കുമായിരുന്നു. ഇതിനിടയിൽ ഡോക്ടറെ കാണാൻ പോയി. ഒരു റെഗുലർ ചെക്കപ്പിനെന്നുള്ള രീതിയിലാണ് പോയത്. പോയി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ടൊരു അൾട്രാസൗണ്ട് ചെയ്യണം. സ്കാനിങ്ങിൽ റിപ്പോർട്ട് വന്നു 11 സെൻറ്റിമീറ്ററുള്ളൊരു ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ എമർജൻസി സർജറി വേണം. നാട്ടിൽ വരാൻ പറ്റിയില്ല, ഉടമ്പടി പുതുക്കാനും പറ്റിയില്ല അത് ആ സമയത്ത്. അപ്പോൾ ഹസ്ബൻഡ് വന്ന് ഉടമ്പടി എടുത്തു. വീണ്ടും ചെയ്തുകൊണ്ടിരുന്ന ഉടമ്പടി നിബന്ധനകളൊക്കെ വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. 24 ഞങ്ങൾ ഒരുമിച്ച് വന്നു. 2 പേരും ഉടമ്പടി പുതുക്കി. ഇവിടെ വന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ ഉടമ്പടി തൈലം വയറ്റിൽ പുരട്ടി 2 പേരും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് എൻ്റെ വയറ്റിൽ വീണ്ടും എനിക്കൊരു പ്രഷർ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഈ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്ന സമയത്തുണ്ടായിരുന്ന അതേ ഫീലിംഗ് തന്നെ. വേറൊരു വ്യത്യാസവും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫ്ലൈറ്റിന് ഓസ്ട്രേലിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. ശനിയാഴ്ച ഞാൻ മല കയറാൻ പോയി. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ഷീണം കഴിഞ്ഞിട്ട് ഡോക്ടറെ പോയി കാണാം, ഫൈബ്രോയിഡ് ആണോ എന്നൊന്ന് റൂൾ ഔട്ട് ചെയ്യാം എന്നൊക്കെ ഓർത്തിട്ട് ശനിയാഴ്ച ഡോക്ടറെ കാണുമ്പോൾ അൾട്രാസൗണ്ടിൽ കൺഫേം ചെയ്തത് 6 വീക്സ് പ്രഗ്നൻസി ആയിരുന്നു. എങ്ങനെയാണ് മാതാവിനോട് ഈശോയോട് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. 16 വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരു ചികിത്സയും ഉണ്ടായിരുന്നില്ല. 2020 എല്ലാ ട്രീറ്റ്മെൻറ്റും നിർത്തിയതാണ്. പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം ഉണ്ടായിരുന്നത്. കൊന്ത ചൊല്ലും. എപ്പോഴും ആശങ്കകളും ഒക്കെ വരുമ്പോൾ കൊന്ത ചൊല്ലാനും എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാനും ഇത് രണ്ടുമാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. തിരിച്ചു ചെന്ന് വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ ചെറിയൊരു ഫൈബ്രോയിഡും ഉണ്ട്, പ്രഗ്നൻസിയും ഉണ്ട്. രണ്ടും ഒപ്പം വളർന്ന അത് കോംപ്ലിക്കേഷനാണ്. നമുക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. രണ്ടാമത്തെ സ്കാനിങ്ങിൽ പ്ലാസൻ്റെ താഴെയാണ്. അപ്പോൾ അത് മുകളിലേക്ക് കയറാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം എനിക്ക് പ്രായമുണ്ട്. മുമ്പൊരു സർജറി യൂട്രസിൽ കഴിഞ്ഞിട്ടുള്ളതാണ്. ആ സമയത്തെല്ലാം സാധിക്കുമ്പോൾ ജോലി കഴിഞ്ഞിട്ടാണെങ്കിലും കുർബാനയ്ക്ക് പോകാൻ. അപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ നോമ്പ് സമയത്തൊക്കെ ധ്യാനങ്ങൾ വൈകുന്നേരം ധ്യാനമല്ല, കുർബാന, വിശുദ്ധ കുർബാന ഉച്ച കഴിഞ്ഞാണ് എല്ലാ ദിവസവും. അപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന് വിശുദ്ധ കുർബാനയ്ക്ക് പോകാൻ, അതായിരുന്നു എൻ്റെ ചിന്ത. അങ്ങനെയാണ് ഞാൻ ആശ്വാസം കണ്ടെത്തിക്കൊണ്ടിരുന്നത്. പള്ളിയിൽ പോകണം, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ആ സമയമൊക്കെ കൊന്ത ചെല്ലണം. അങ്ങനെ 2025 ഡിസംബർ 10 ഞങ്ങൾക്ക് ദൈവം ഈ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇന്ന് പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരാനായിട്ട് തക്ക സമയത്ത് ഇടപെടുന്നൊരു ദൈവവും മാതാവും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ എമർജൻസി ആയിട്ട് കൊച്ചിന് പാസ്പോർട്ട് എടുത്ത് നാട്ടിൽ വരണം എന്ന് തോന്നാനായിട്ട് അപ്പച്ചന് സിക്കായിരുന്നു. അപ്പോൾ പോരുമ്പോൾ ഒരുപാട് ആശങ്കകളുണ്ട്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞിനെ കൊണ്ട് ഓസ്ട്രേലിയയിൽ നിന്ന് ഇത്രയും സമയം വരുമ്പോഴൊക്കെ എങ്ങനെയാകും? പ്രാർത്ഥന മാത്രമായിരുന്നു ആശ്രയം. മാതാവ് തന്ന കുഞ്ഞാണ് എന്നുള്ളൊരു വിശ്വാസത്തിൽ പോരാനും ഇവിടെ എത്താനും ഇപ്പം മാതാവിൻ്റെ മുമ്പിൽ വന്ന് നിന്ന് ഒന്ന് നന്ദി പറയാനും ഒക്കെ സാധിച്ചു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ രോഗികളെ സന്ദർശിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വോളണ്ടറി വർക്കിന് ഞാൻ പോകുമായിരുന്നു. അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത് പോലീസ് ക്ലിയറൻസ് കിട്ടി. ആദ്യം കുറച്ച് സമയത്തൊന്നും പറ്റേണ്ടായിരുന്നില്ല. പിന്നീട് ഏജ്ഡ് കെയറിൽ അങ്ങനെ നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ കുറച്ച് ദിവസം പോയിരുന്നു. അങ്ങനെ അവിടെ ചെന്നപ്പോഴാണ് ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരുന്ന അമ്മച്ചി ഒരു വേദപാഠം ടീച്ചറായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും വേദപാഠം പഠിപ്പിക്കുന്നുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. പിന്നീട് എനിക്ക് അങ്ങനെ വേദപാഠം പഠിപ്പിക്കണം അങ്ങനെ ഒരു പ്രചോദനം തോന്നി. പിന്നീട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബ്ലാങ്കറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും, ക്രോഷേ ചെയ്ത്. ആ സമയം ക്രിസ്മസിൻ്റെ സമയമൊക്കെ ആകണ സമയത്ത് വിൻ്ററിന് മുമ്പേ കൊണ്ടുപോയി കൊടുക്കും. പിന്നെ രോഗികൾക്ക് വഴിയിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ നാട്ടിൽ എന്തെങ്കിലും പറ്റുന്ന സഹായങ്ങളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. സ്വഭാവത്തിൽ വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടുന്നൊരു സ്വഭാവമാണ്. എപ്പോഴും ദേഷ്യം ഉണ്ടാവാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ
ഹസ്ബൻഡിൻ്റെ അടുത്ത് വളരെ കുറച്ചു നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് സോഷ്യൽ മീഡിയയിലൊക്കെ മുമ്പ് ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ അതൊന്നും നോക്കണമെന്ന് അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നാറില്ല. എനിക്ക് കൊന്ത ചെല്ലണം, എത്ര കൊന്ത ചെല്ലാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്നാണ് ഞാനിപ്പോൾ ശ്രദ്ധിക്കാറ്. 8-10 കൊന്തയൊക്കെ ചെല്ലണം, അത് നിസ്സാരമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറ്. ആദ്യമൊക്കെ ഒരു കൊന്ത ചെല്ലുന്ന കാര്യം പോലും എനിക്ക് അത്ര താല്പര്യമുള്ള ഒരാളായിരുന്നില്ല. ഇപ്പോൾ അതൊന്നും ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല എനിക്ക്. അങ്ങനെയാണ് എൻ്റെ തോന്നൽ വരുന്നത്. ഉടമ്പടിയിലെ നിബന്ധനകളെക്കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയും എനിക്ക് ഈശോയോട് കൂടുതൽ എന്തെങ്കിലുമൊക്കെ അടുക്കണം എന്നൊരു തോന്നലായിരുന്നു. അപ്പോൾ 2023 അവസാനമായപ്പോൾ പുതിയ വർഷമാണ്, എന്ത് മാറ്റം സ്വഭാവത്തിൽ വരുത്തണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ചിന്തിച്ചു 2024 മുടങ്ങാതെ 365 ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം. അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ 3 സ്ഥാപനങ്ങളിലായിട്ടാണ് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത്. ഇതിനിടയിൽ മെൽബണിൽ 365 ദിവസം വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി ചെല്ലുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. എങ്കിലും ദൈവവും ഈശോയും എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നു. സർജറി അതിൻ്റെ ഇടയിലാണ് ആ മേജർ ഓപ്പൺ അബ്ഡോമിനൽ സർജറി വന്നത്. എങ്കിൽ ആ 2 ദിവസം ഒഴിച്ച് ഹസ്ബൻഡ് ഒത്തിരി ഞങ്ങൾ ഒരുമിച്ചാണ് കുർബാനയ്ക്ക് ആ സമയത്തൊക്കെ പോയിക്കൊണ്ടിരുന്നത്. ലീവായിരുന്ന സമയത്തും ഹസ്ബൻഡ് ഒരുമിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് പോവും. കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ മെൽബൺ സിറ്റിയിൽ കുർബാനയ്ക്ക്, അവിടെയാണ് കുർബാന. ഒരു ദിവസം 4 കുർബാനയുള്ള പള്ളി അറിയാമായിരിക്കും, സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചിൽ. അപ്പോൾ കുർബാന മിസ്സാകും ആ ദിവസം എന്ന് തോന്നിയ സിറ്റിയിലേക്ക് ഞങ്ങൾ പോകും കുർബാനയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ 2 ദിവസം ആ ഓപ്പറേഷൻ്റെ അന്നും പിറ്റേ ദിവസവും മാത്രമാണ് വിശുദ്ധ കുർബാന മടങ്ങിയിട്ടുള്ളൂ. ദൈവം അനുവദിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ദിവസവും പോകാനായിട്ടൊക്കെ ഈശോ അനുഗ്രഹിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈശോയോട് ജീവിതം മാറ്റിമറിച്ചതിന് നന്ദി പറയണ്ടേന്ന് അറിയില്ല. അതുപോലെ ജോലിയിലും ഒരു മാറ്റം, കുഞ്ഞുണ്ടായി പ്രഗ്നൻസിയിൽ ഇത്രയും കോംപ്ലിക്കേഷൻ വരും എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാഗ്രഹിച്ചു ഒരു പാർട്ട് ടൈം ജോലിയിലേക്ക് മാറണം. മുമ്പ് ടീച്ചിങ് ജോബായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പ്രഗ്നൻസിയുടെ ഇടയിൽ നമുക്കൊരു പുതിയൊരു ജോലി കിട്ടുക എന്ന് പറയുന്നത്, പെർമനൻറ്റ് ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം അവർ ചോദിക്കും നമ്മൾ ഉടനെ ഒരു ലീവ് പ്ലാൻ ചെയ്യണ്ടോ. അതും ഒരു പാരൻ്റൽ ലീവാണെന്ന് പറയുമ്പോൾ അവർക്ക് എളുപ്പം നമ്മളെ മാറ്റാൻ പറ്റും, വേറെ കാൻഡിഡേറ്റ്സിനെ എടുത്താൽ മതി. പക്ഷേ ഈശോയുടെയും മാതാവിൻ്റെയും അനുഗ്രഹം കൊണ്ട് ഈ പ്രഗ്നൻസിയുടെ ഇടയിലാണ് എനിക്കൊരു പുതിയൊരു പെർമനൻറ്റ് പാർട്ട് ടൈം ജോബിലേക്ക് ഞാൻ മാറിയതും. ഇതിനെല്ലാം ഈശോയോടും മാതാവിനോടും ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് നീതു, ഇതെൻ്റെ ഭർത്താവ് രതീഷ്, മകൻ ഏബൽ ആർ ക്രിസ്റ്റി. ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിലെ വെള്ളറട എന്ന് പറയുന്ന സ്ഥലത്ത് കിളിയൂർ ഉണ്ണിമിശിഹ ദേവാലയത്തിൽ നിന്നും വരുന്നു. ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരാനുണ്ടായ സാഹചര്യം, ഞാൻ ആദ്യമേ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞാൻ തന്നെ അറിയാതെ എൻ്റെ യൂട്യൂബിലേക്ക് കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ ഞാൻ കാണുമായിരുന്നു. അതായത് യൂട്യൂബ് എടുക്കുമ്പോൾ ഞാൻ കാണുന്നത് അതിൻ്റെ സ്ക്രീനിൽ ആദ്യം വരുന്നതെല്ലാം ഇവിടുത്തെ സാക്ഷ്യങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ആ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. പിന്നെ എന്താണ് കൃപാസനം എന്ന് ഞാൻ അന്വേഷിച്ചു. യൂട്യൂബിൽ ധാരാളം സാക്ഷ്യങ്ങൾ കണ്ടു. ഉടമ്പടി എന്താണെന്ന് യൂട്യൂബിൽ നോക്കി ഞാൻ അത് അറിഞ്ഞു. ഉടമ്പടി നിബന്ധനകളെക്കുറിച്ച് യൂട്യൂബിലെ അച്ഛൻ്റെ ടോക്കുകൾ വഴി ധാരാളം ഞാൻ കേട്ടു. അങ്ങനെ വളരെ ആഗ്രഹിച്ചിട്ടാണ് ഇവിടെ വരുന്നത്. ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 16/7/2024 ഉടമ്പടി ആദ്യം എടുക്കുമ്പോൾ ഞാൻ വെച്ച എൻ്റെ ഒരു നിയോഗം, അത് മനുഷ്യന് അസാധ്യമായ ഒരു വിഷയമാണ്. അത് ദൈവമാതാവ് തിരുക്കുമാരനിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു നൽകി. വിഷയം ഇതാണ്: എൻ്റെ ഭർത്താവ് ഒരു ഗവൺമെൻറ് സർവീസിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം, നമുക്കറിയാം, PSCയിൽ ഗവൺമെൻറ് ജോലിയിൽ കയറുമ്പോൾ പ്രൊബേഷൻ കാലയളവ് എന്ന് പറയുന്നത് 1 വർഷമാണ്. പക്ഷേ അദ്ദേഹം ജോലിയിൽ കയറിയിട്ട് ഏകദേശം 7 വർഷത്തോളം കഴിഞ്ഞു. അദ്ദേഹത്തിന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നമുക്കറിയാം, PSC വെരിഫിക്കേഷന് ചെല്ലുമ്പോൾ അവിടെ നമുക്കൊരു ഓൺ ടൈം വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കും. അപ്പോൾ അദ്ദേഹത്തിന് നിലവിൽ ജോലി ചെയ്യുന്ന ആ ഒരു സർവീസിൽ OTV സർട്ടിഫിക്കറ്റ് ആദ്യം ലഭിച്ചിരുന്നു. എന്നാൽ ഇതിൽ ജോയിൻ ചെയ്ത ശേഷം പോലീസിലേക്ക് അഡ്വൈസ് വന്നു,
അപ്പോൾ ഇവിടെ നിന്നും താൽക്കാലികമായിട്ട് അതിലേക്ക് ജോയിൻ ചെയ്തു. ട്രെയിനിങ് പീരീഡിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ തിരിച്ചു വന്നു. പക്ഷേ സർവീസ് ബുക്കും മറ്റു കാര്യങ്ങളും ഇതിന് ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. പക്ഷേ നിലവിലെ സർവീസിലെ OTV സർട്ടിഫിക്കറ്റ് അവരുടെ കയ്യിലായിരുന്നു. ഒരു കാരണവശാലും അത് തിരികെ നൽകുന്ന ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പലതവണ അവരുമായി കോണ്ടാക്ട് ചെയ്തു, പല ഉദ്യോഗസ്ഥരെ കണ്ടു, പക്ഷെ ഒന്നും നടന്നില്ല. ആ ഒരു OTV സർട്ടിഫിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ ഈ നിലവിലെ സർവീസിലെ OTV നമുക്ക് കിട്ടിയാൽ മാത്രമേ നിലവിലെ സർവീസിലെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ചു, നിയോഗം വെച്ചു, പ്രാർത്ഥിച്ചു. 3 മാസം കഴിഞ്ഞു. ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി. ആദ്യ ഉടമ്പടി പുതുക്കലിന് ശേഷം ആദ്യമായിട്ട് ഈ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു പേപ്പർ ആദ്യമായിട്ട് മൂവ്മെൻറ്റ് ചെയ്തു തുടങ്ങി. അത് പരിശുദ്ധ അമ്മയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ്. നമ്മളായിട്ട് ഹസ്ബൻഡ് ഒരു ഓഫീസിലും പോയിട്ടില്ല. സഞ്ചാരി മാതാവ് തന്നെയാണ് അവിടെ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. അപ്പോൾ അങ്ങനെ പ്രോസസ്സിങ് തുടങ്ങി. വീണ്ടും അവിടെ ഡിലേ ആയി. പിന്നെ വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ വീണ്ടും ആ പേപ്പറുകൾ PSC ഓഫീസിലേക്ക് അയച്ചു. അവിടെ നിന്നും ഒന്നുകിൽ OTV സർട്ടിഫിക്കറ്റ് ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കണം, അല്ലെങ്കിൽ പുതിയ OTV അനുവദിക്കണം. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അനുവദിക്കാൻ കഴിയില്ലെന്ന് PSCയിൽ നിന്ന് അറിയിച്ചു. തുടർന്ന് വർക്ക് ചെയ്യുന്ന സർവീസിലെ ഡയറക്ടറേറ്റിൽ നിന്നും ഇതുമായി വിശദീകരിച്ച് ഒരു കത്ത് തന്നെ PSCക്ക് അയച്ചു. അങ്ങനെ അവിടുന്ന് പുതിയ ഒരു OTV അനുവദിച്ചു. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. പക്ഷേ വീണ്ടും ഡിസംബറിൽ പ്രവേശനം ഡിക്ലെയർ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. പക്ഷേ അവിടെ വീണ്ടും തടസ്സം വന്നു. അങ്ങനെ ജനുവരിയിൽ ഹസ്ബൻഡ് ഓഫീസിൽ പോയി കാര്യം തിരക്കിയപ്പോൾ അവിടെ ഇദ്ദേഹത്തിൻ്റെ സർവീസിൽ ഒരു പേപ്പർ കാണാനില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റല്ല, ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് തെറ്റാണ്. അപ്പോൾ അവർ കണ്ടെത്തി വച്ചോളാം, പൊക്കോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒന്നും നടന്നില്ല. വീണ്ടും ഒരാഴ്ച കഴിഞ്ഞ് ഫോൺ വിളിച്ചു, അവർ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ ഇവിടെ നിന്ന് പോയി ഓഫീസിൽ കയറി ഹസ്ബൻഡ് തന്നെ ആ ഉദ്യോഗസ്ഥരോടൊപ്പം പേപ്പറുകൾ തിരക്കി കണ്ടുപിടിച്ച് അത് കൊടുത്തു. എന്നിട്ടും അവർ ആ പേപ്പർ ഇപ്പം നിലവിൽ ജോലി ചെയ്യുന്ന ഓഫീസിലേക്ക് അയച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. വീണ്ടും അവർ തന്നെ അവിടെ ഡിലേ വരുത്തി. അങ്ങനെ ഹസ്ബൻഡ് പറയുമായിരുന്നു, ഈ നവംബർ ആയപ്പോൾ സർവീസിൽ 8 വർഷം പൂർത്തിയായി. അപ്പോൾ ഇത്രയും വളരെ വിഷമമാണ് അദ്ദേഹത്തിന്. പ്രൊമോഷൻസ് എഴുതാനുള്ള എക്സാമുകൾ ധാരാളം പോയി കയ്യിൽ നിന്ന്. അപ്പോൾ ഗ്രേഡിങ് നഷ്ടപ്പെട്ടു. 8 വർഷമായി. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ വിഷമിച്ചു ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. ജനുവരി 29 ഇട്ടു, പ്രാർത്ഥിച്ചു. കറക്റ്റ് ഒരാഴ്ചയായപ്പോൾ 5/2/2026 ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തുകൊണ്ടുള്ള ഓർഡർ ആയിട്ടുണ്ട്, എല്ലാം ഓക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്ക്, കാരണം ഈ 7 വർഷത്തോളം കഴിഞ്ഞു. ഈ നവംബർ കൂടെ ആകുമ്പോൾ 8 വർഷം. അപ്പോൾ 8 വർഷത്തോളം അലങ്ങി നടക്കുകയായിരുന്നു ഇതിൻ്റെ പുറകെ. പല ഓഫീസുകൾ കയറിറങ്ങി, ഉദ്യോഗസ്ഥരെ കണ്ടു, ഒന്നും നടന്നില്ല. പക്ഷേ ഉടമ്പടിയിൽ മാതാവ് വഴിയാണ് വെറും 7 മാസം കൊണ്ടാണ് ഈ ഒരു പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിച്ചത്. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ് ഇവിടെ പ്രവർത്തിച്ചതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഓരോ തവണ ഓഫീസിൽ പോകുമ്പോഴും ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി ഉപ്പ് കൈവശം കൊടുത്തു വിടും. ഓഫീസിൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ, അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന അവരുടെ ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടല്ലോ, അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഓരോ ഓഫീസിലും ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ ടേബിളിൽ ഈ ഉപ്പ് വിതരണം എന്ന് പറഞ്ഞ് കൊടുത്തുവിടും. അപ്പോൾ വിശ്വാസത്തോടെ അദ്ദേഹം അത് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ വളരെ വേഗത്തിൽ തന്നെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ അനുവദിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് നമുക്കറിയാം, ഒരു ഗവൺമെൻറ് സർവീസിൽ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 3 വർഷം ഒരു ഓഫീസിൽ പ്രവർത്തിക്കാം. അത് കഴിയുമ്പോൾ അവരെ അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ്.
അപ്പോൾ ഇദ്ദേഹം ജോയിൻ ചെയ്ത സ്ഥലത്ത് ഏകദേശം 6-7 വർഷത്തോളം അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. അതായത് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള തടസ്സം കൊണ്ട് അവിടെ തന്നെ തുടരുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ഇങ്ങനെ പറ്റില്ല, എല്ലാ ഉദ്യോഗസ്ഥരെയും 3 വർഷം കംപ്ലീറ്റ് ആയവരും കൂടുതലായവരെയും സ്ഥലം മാറ്റണം എന്ന ഒരു ഓർഡർ വന്നു. തുടർന്ന് ഹസ്ബൻഡിനെയും ട്രാൻസ്ഫറിന് പേപ്പർ വന്നത് നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നും 35 കിലോമീറ്റർ ദൂരം പോകണം. അവിടെ യാത്രാ സൗകര്യം കുറവാണ്, പിന്നെ ആനകളുടെ ശല്യമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് കിട്ടിയാൽ ഞാൻ പോകത്തില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്, പേടിയാണെന്ന് പറയും. അപ്പോൾ ഞാൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ അത് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം അത് മാതാവിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വീടിനടുത്തുള്ള ഒരു ഓഫീസിൽ ഒഴിവുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ അദ്ദേഹം അവിടെ ഓഫീസിൽ പോയി അന്വേഷിച്ചു, ഡയറക്ടറേറ്റിൽ പേപ്പർ നൽകി. അങ്ങനെ അപ്രതീക്ഷിതമായിട്ട്, നടക്കില്ല എന്ന് വിചാരിച്ചതാണ്. കാരണം ഇത്ര അടുത്തേക്ക് നമുക്ക് കിട്ടണമെങ്കിൽ അതൊരിക്കലും നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ് കൊണ്ട് ഒരിക്കലും ലഭിക്കത്തില്ല. അത് ദൈവം തന്നെ പ്രവർത്തിക്കണം. അപ്പോൾ പേപ്പർ കൊടുത്തു. ഉടനെ തന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തുള്ള ഓഫീസിലേക്ക് വെറും 15 മിനിറ്റ് യാത്ര ചെയ്താൽ മതി. അടുത്തുള്ള ഓഫീസിലേക്ക് ട്രാൻസ്ഫർ നൽകി. മാതാവ് അനുഗ്രഹിച്ചു. അതിന് മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഇവിടെയും സമയച്ചുരുക്കത്തിൻ്റെ അമ്മ തന്നെയാണ് പ്രവർത്തിച്ചത്. കാരണം ധാരാളം പേര് അടുത്ത് ജോലി ചെയ്യുന്നതിന് വേണ്ടി ട്രാൻസ്ഫറിന് സ്വന്തം ജില്ലയിൽ കൊടുത്തിട്ട് പോലും കിട്ടാത്ത സാഹചര്യം ഒത്തിരി ഉണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ അമ്മ തന്നെയാണ് പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് വേണ്ടി. അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് ഒരു 6 മാസത്തോളം എൻ്റെ 2 ബ്രസ്റ്റിനും ശക്തമായ വേദനയായിരുന്നു. അപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ കാണിച്ചു. അപ്പോൾ നല്ല വേദന ഉള്ളതുകൊണ്ട് അവർ സ്കാൻ ചെയ്തു. പക്ഷേ ടാബ്ലറ്റ് തന്നിട്ടും എനിക്ക് മാറ്റം വന്നില്ല. വേറൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു, ഒരു മാറ്റവും വന്നില്ല. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം നിരന്തരം ഉപയോഗിച്ച് ബ്രസ്റ്റിൽ പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല എന്നിൽ നിന്ന് ആ വേദന എന്നാണ് മാറിപ്പോയതെന്ന്. ഇപ്പോൾ ആ വേദന എനിക്കില്ല, 2 ബ്രസ്റ്റിലും വേദനയില്ല. ആ വേദന അമ്മ മാതാവാണ് എടുത്തു മാറ്റിയത്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഇതെൻ്റെ മകൻ 2 വയസ്സ് കഴിഞ്ഞിട്ടും തലമുടി ശരിക്കും ഉണ്ടായിരുന്നില്ല. അതായത് തലമുടി മൊട്ടയടിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ മറ്റുള്ളവർ ചോദിക്കും, അവന് മൊട്ടയടിക്കുന്നതാണോ എപ്പോഴും എന്നൊക്കെ. പക്ഷേ മുടി ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വിഷമമായി. അപ്പോൾ എവിടെ പോയാലും എല്ലാവരും ചോദിക്കും, മുടി ഇല്ലല്ലോ, എന്തുകൊണ്ടാണ് ഇങ്ങനെ, എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആരെയും ഡോക്ടർമാരെയും ഒന്നും നമ്മൾ കണ്ടില്ല. ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരയ്ക്കും. അവൻ്റെ തലയിൽ ഇരുവശത്തും ഞാൻ പുരട്ടി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അവന് ആവശ്യത്തിനുള്ള മുടിയുണ്ട്. അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അടുത്തതായിട്ട് ഞാൻ 2021 TTC പഠിക്കുന്നതിനായിട്ട് ഒരു കോളേജിൽ ജോയിൻ ചെയ്തു. ആ സമയത്ത് എൻ്റെ കല്യാണം കഴിയുകയും പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് തുടർന്ന് പഠിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അപ്പോൾ എൻ്റെ ആരോഗ്യ പ്രശ്നങ്ങളുകൊണ്ട് ഞാൻ കോളേജിൽ വിളിച്ച് പറഞ്ഞു, എനിക്ക് തുടരാൻ സാധിക്കില്ല, എൻ്റെ സർട്ടിഫിക്കറ്റുകളൊന്നും നിങ്ങൾ അഡ്മിഷൻ രേഖപ്പെടുത്തി തിരുവനന്തപുരം ഓഫീസിലേക്കാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല, ഞാൻ വന്ന് വാങ്ങിച്ചോളാം, അവിടെ വച്ചിരുന്നാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പോകാൻ നിശ്ചയിച്ചിരിക്കുമ്പോൾ ഒരു കുട്ടി അവിടെ നിന്ന് വിളിച്ച് പറയുകയാണ്, ചേച്ചി വന്ന് വാങ്ങിക്കണ്ട, പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് അവർ ചോദിക്കും, അപ്പോൾ അത് കൊടുത്തല്ലാതെ സർട്ടിഫിക്കറ്റ് തരില്ല. അപ്പോൾ അങ്ങനെ ഇരുന്നു. ഏകദേശം 3.5 വർഷത്തോളം കഴിഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി വന്ന് പുതുക്കിയിട്ട് പോയ ശേഷം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മേ എനിക്ക് എന്തെങ്കിലും തുടർന്ന് പഠിക്കണമെങ്കിൽ എനിക്ക് എൻ്റെ സർട്ടിഫിക്കറ്റുകൾ വേണം, പക്ഷേ അവർ ചോദിക്കുന്ന എമൗണ്ട് കൊടുക്കാനൊന്നും എനിക്കില്ല. അമ്മ തന്നെ അവിടെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് ഞാൻ തിരികെത്തിച്ച് പ്രാർത്ഥിച്ചു. എന്നിട്ട് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതാണ്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകും. ആ വചനം എന്നെ ഭയങ്കരമായിട്ട് ശക്തിപ്പെടുത്തി. സന്തോഷത്തോടെ ഞാൻ പോയി കോളേജിൽ ചെന്നു. അവർ 1 രൂപ പോലും എൻ്റെ നിന്ന് വാങ്ങിച്ചില്ല. എൻ്റെ മുഴുവൻ സർട്ടിഫിക്കറ്റുകളും എനിക്ക് തിരികെ നൽകി.
അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായി ചെയ്യുന്നത് ഇവിടെ നിന്ന് ലഭിക്കുന്ന പത്രം വാങ്ങിച്ചുകൊണ്ട് പോവും, വിശ്വാസ പ്രമാണം പറഞ്ഞ് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരയ്ക്കും. ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വരുന്നതിന് മുൻപ് തന്നെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി വയ്ക്കും പേപ്പറിൽ. അപ്പോൾ 3 കെട്ട് പത്രം ഇവിടെ നിന്ന് കിട്ടുമ്പോൾ അതിൽ എത്ര ആവശ്യമാണോ അത്രയും ഞാൻ എഴുതി വയ്ക്കും. അപ്പോൾ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച ശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന പേപ്പറിൽ എഴുതിയതിൽ 4 മടക്കി അതിനുള്ളിൽ ഇളക്കി എടുക്കാൻ കണക്കിന് ഒട്ടിച്ച് വെച്ചിട്ടാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതായത് ബസ് സ്റ്റാൻഡിലും ഓട്ടോ സ്റ്റാൻഡിലും ആശുപത്രിയിലൊക്കെ കൊണ്ടു കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തവരുടെ ഒരു ഗ്രൂപ്പുണ്ട്, പ്രേക്ഷിതർ എന്ന് പറഞ്ഞ്. ആ ഗ്രൂപ്പ് വഴി ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. വൃദ്ധസദന സന്ദർശനം, മാനസിക രോഗികളുടെ സന്ദർശനം, പിന്നെ വ്യക്തിപരമായിട്ട് പൊതിച്ചോറുകൾ കൊടുക്കും. ഞങ്ങളുടെ മുമ്പിൽ കൈനീട്ടുന്നവർക്ക് അവർക്ക് എന്താണ് ആവശ്യം ഉള്ളതുപോലെ കൊടുക്കും. അപ്പോൾ ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നൽകിയ അമ്മ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു. ഞാൻ ഇനിയും ഈ യാത്രയിൽ വരും. കാരണം എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വച്ചിരിക്കുന്ന നിയോഗങ്ങൾ എല്ലാം തന്നെ മനുഷ്യന് സാധിക്കുന്ന കാര്യമല്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന നിയോഗങ്ങളായി വെച്ചിരിക്കുന്നത് ദൈവത്തിന് മാത്രമേ നടത്തിത്തരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഇനിയും എന്നെ പ്രത്യക്ഷ സാക്ഷിയായിട്ട് മാതാവ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ വളരെ മനസ്സ് തുറന്ന്, ഒന്നും ഒളിച്ചു വയ്ക്കാതെ മനസ്സ് തുറന്ന് ആത്മാർത്ഥമായിട്ട് കുമ്പസാരിക്കാനായിട്ട് ഇപ്പോൾ സാധിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ, ജപമാല കൂടുതലായിട്ട് ഓരോ ദിവസവും കൂടുതൽ ജപമാലകൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ വ്യക്തിപരമായ പ്രാർത്ഥനയായാലും ഇവിടെ അച്ഛൻ പ്രാർത്ഥിക്കുന്ന രീതിയിൽ ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നാലും പതറിപ്പോകത്തില്ല. പെട്ടെന്ന് വന്ന് മാതാവിനെ പോയി പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്ന് ആ തിരുവചനം എന്ത് പറയുന്നു അതനുസരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. മറ്റുള്ളവരെ ഞാൻ മനുഷ്യരിൽ കൂടുതൽ ആശ്രയിക്കാതെ കൂടുതലിപ്പോൾ ദൈവം എന്താണ് തിരുവചനത്തിലൂടെ എനിക്ക് പറഞ്ഞു തന്നത് അതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അതിൽ കൂടുതൽ ഭയങ്കര സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. മനുഷ്യർ നമ്മൾ പിരിച്ചെല്ലുമ്പോൾ അത് നമുക്ക് വേദനയാണ് തരുന്നത്. അത് എനിക്ക് ജീവിതത്തിൽ പലപ്പോഴും അനുഭവപ്പെട്ടതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, തിരുവചനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിക്കാൻ, കൂടുതൽ ആഴത്തിൽ തിരുവചനം പഠിക്കാൻ ഇപ്പോൾ എനിക്ക് സാധിക്കുന്നുണ്ട്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയും.